നാളെ ഒരു മീറ്റിംഗും ഉണ്ട്, എല്ലാം കൂടെ ഒരുമിച്ച് നടക്കുമല്ലോ. നമ്മുടെ പിന്നെ കൊട്ടായി പിന്നെ ചെയ്തിരും കേട്ടോ. ചാടി അത് ഞാൻ ടൈറ്റ് ഓക്കെ ശരി താങ്ക് യു വെരി മച്ച്. ഓക്കെ. സോ ഗൈസ്, ഇവിടെയാണ് ഈ സംഭവം ഇരുന്നത്. നമ്മളിത് ചെക്ക് ചെയ്യാണ്ട് അല്ലേ ഇവരെയൊക്കെ വിളിച്ചു ചോദിച്ചു. പക്ഷെ കറക്റ്റ് ടൈമിൽ ഇവര് ഒരു സ്വിഫ്റ്റ് വണ്ടിയായിട്ടാണ് വന്നത്. അവര് പോകും. ഓക്കെ താങ്ക് യു. ഓക്കെ കാണാം. ശരി ബൈ ബൈ ബൈ. ആ സ്റ്റെപ്പിന് ഇല്ലാതെ പോകല്ലേ? ഇല്ല ഇനി ഞങ്ങൾ അവിടെ പോയിട്ട് ടയർ മാറും. സോ ഗൈസ്, അപ്പോൾ കുറച്ച് ചേട്ടന്മാർ വന്നിട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. എനിക്ക് ഇതിന്റെ സ്റ്റെപ്പിന് ഇവിടെ ഇരിക്കണമെന്ന് അറിയില്ല. കറക്റ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞാൽ എനിക്കറിയില്ല. പിന്നെ നമ്മൾ ഇതുവരെയായിട്ട് യൂസ് ചെയ്തിട്ടില്ല. ഇതിന് മുന്നേ കുറച്ച് ടീംസ് വന്നിട്ട് പോരാന്ന് പറഞ്ഞ് പോയതാണ്. അവരെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വിളിച്ചു, അവരെന്തായാലും വരില്ല എന്ന് എനിക്കറിയായിരുന്നു. അതുപോലെ തന്നെ ആയില്ലേ. 15 മിനിറ്റാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ഞങ്ങൾ കുറെ വണ്ടി അവർ വരുമെന്ന് വിചാരിച്ച് കഴിയാം. കാരണം അവർ ഓൾറെഡി പറഞ്ഞതാണല്ലോ. അപ്പൊ പിന്നെ വന്നു കഴിയുമ്പോഴത്തേനും കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പോകണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ ആന കൊടുത്താലും ആശ കൊടുക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാനും അതാ പറയാൻ വന്നത്. കറക്റ്റ് ടൈമിൽ പറഞ്ഞു. സോ ഗൈസ്, അപ്പൊ ഞങ്ങള് നേരം വെളുത്ത് ഞങ്ങൾ ഇന്നലെ വന്ന ഉടനെ കിടന്ന് ഉറങ്ങിപ്പോയി. ഇന്നലത്തെ ഭയങ്കര സീനായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആ കാറ് ഇതിലോട്ടും പഞ്ചറായിട്ടില്ല. അതുകൊണ്ടിട്ട് ജാക്കി അവിടെ ഇരിക്കണമെന്നൊന്നും അറിയാൻ പറ്റില്ലായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇന്നലെ ഹെൽപ്പ് ചെയ്ത മറ്റേ ചേട്ടന്മാർക്ക് ഒരു ബിഗ് സല്യൂട്ട്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇനി കല്യാണ വീട്ടിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടിരിക്കുവാണ്. അമ്മ സെറ്റ് ആയിക്കൊണ്ടിരിക്കുക. കുറച്ച് ചെറുപ്പമായോ എന്നൊരു ഡൗട്ട്. അപ്പോൾ നമ്മളിന്ന് ഫംഗ്ഷനിൽ പോവാണ്. തമിഴ്നാട്ടിലെ കല്യാണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കേരളത്തിൽ ഒരുപാട് ആളുകൾ കല്യാണം കാണാത്തതായിട്ടുണ്ട്. റെഡി ആയിട്ട് സെറ്റ് ആയിട്ട് വരുവാണ് ഗൈസ്. നിസി വന്ന്, ഇതാണ് നിസിയുടെ ചെരുപ്പിതല്ലേ? ഇങ്ങനെ നടക്കേണ്ടി വന്നു. അപ്പൊ ഇതാണ് നിസിയുടെ ചെരുപ്പ്. എന്റെ ഷൂ ഉണ്ട്. ഞാൻ പണ്ട് 2 വർഷം മുന്നേ എടുത്ത ഷൂ ആണ്. നമ്മുടെ കല്യാണ ചെക്കൻ 10 വർഷം മുന്നേ കല്യാണം കഴിഞ്ഞാണ്. പക്ഷെ ഇപ്പോഴും കല്യാണ ചെക്കൻ. ഞങ്ങളുടെ ടയർ പഞ്ചറായ ടയർ 4 വർഷമായി വണ്ടി എടുത്തിട്ട്. 4 വർഷത്തിൽ ആദ്യമായിട്ടാണ് നമ്മുടെ ടയർ ഇങ്ങനെ പൊട്ടിപ്പോകുന്നത്. ഇതാണ് ഇവിടുത്തെ സീൻ. ഇത് കണ്ടത് പെണ്ണിന്റെ ചെക്കന്റെ ഫോട്ടോ ഇവിടെ വെച്ചിട്ടുണ്ട്. പണ്ടത്തെ നാട്ടിലെ സീനൊക്കെയാണ്. പണ്ട് 1990 നമ്മുടെ കേരളത്തിലുണ്ടായിരുന്ന സെയിം സമ്പ്രദായമാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അന്ന് ഫ്ലെക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് പുറത്തേക്ക് പോയത് കല്യാണ ചെക്കനെ വീടിന്റെ അകത്ത് കയറ്റി വെച്ചിട്ട് ഫസ്റ്റ് പുറത്തു പോയി. സോ ഗൈസ്, അപ്പൊ ഇതാണ് നമ്മുടെ കല്യാണ ചെക്കൻ. ലിസിക്ക് വേണ്ടിട്ടുള്ള വണ്ടി വന്ന്. സോ ഗൈസ്, അപ്പൊ നമ്മുടെ ചെക്കൻ സ്റ്റേജിലേക്ക് കയറുവാണ്. ഒറ്റക്കാണ്. പൊണ്ണ് വരാൻ നടന്നക്ക് വന്നിട്ട് പൊണ്ണ് വരുന്നുണ്ട്. ഗൈസ്, നമ്മുടെ കല്യാണ പരിപാടിയൊക്കെ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യും. ഇവിടുത്തെ കുറച്ച് വെറൈറ്റി സംഭവങ്ങളൊക്കെയാണ്. ഓ, അറിയാൻ പറ്റില്ല. എന്നാലും വെറുതെ